നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. പിഴ ശിക്ഷ നൽകിയ ഉത്തരവിനെതിരെ അപ്പീൽ. അയൽക്കാർക്ക് ശല്യമുണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിപ്പിച്ച വിൻഫാം ഓപ്പറേറ്റർക്ക് പിഴ ശിക്ഷ നൽകിയ ഉത്തരവിനെതിരെ അപ്പീൽ. കഞ്ചാവ് പിടിച്ചെടുത്തു. സൗത്ത് ഡബ്ലിനിൽ 1.52 മില്യൺ യൂറോ വിലമതിക്കുന്ന അനധികൃത കഞ്ചാവ് പിടിച്ചെടുത്തു. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. പിരിച്ചുവിടൽ ആരംഭിച്ച് മെറ്റ. ജീവനക്കാരെ പിരിച്ചുവിടാൻ ആരംഭിച്ചു മെറ്റ. റിയാലിറ്റി ലാബ്സിന്റെ വെർച്വൽ റിയാലിറ്റി ഡിവിഷൻ ഉൾപ്പെടെ 4 ഡിവിഷനുകളിൽ നിന്നാണ് ജീവനക്കാരെ പിരിച്ചുവിടുന്നത്. RTD മുൻ സ്പോർട്സ് ബ്രോഡ്കാസ്റ്റർ മൈക്കിൾ ലിസ്റ്ററിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഡബ്ലിനിലെ ഹാരോൾഡ്സ് ക്രോസിലെ മൗണ്ട് ജെറോമിലെ വിക്ടോറിയൻ ചാപ്പലിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. കുതിച്ചുയരുന്ന ഇന്ധന ചെലവിന് അനുസൃതമായി മൈലേജ് നിരക്കുകളിൽ മാറ്റം വരുത്തണമെന്ന് ഐറിഷ് നഴ്സസ് ആൻഡ് മിഡ്വൈസ് ഓർഗനൈസേഷൻ. അയർലൻഡിന്റെ ലൈംഗിക ആരോഗ്യ നയത്തിൽ കാലികമായ മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്ന് സൂചന. 40 വയസ്സിന് മുകളിലുള്ളവരുടെയും ട്രാൻസ്ജെൻഡേഴ്സിന്റെയും ലൈംഗിക ക്ഷേമം കൂടി ഉൾപ്പെടുത്തണമെന്ന ശുപാർശകളാണ് സർക്കാർ പരിഗണിക്കുന്നത്. കൌണ്ടി ലേറ്ററിമിൽ മോഷണക്കേസിൽ യുവാവിന് തടവ്. 25-കാരനും ഔഗിൽ ബ്രാക്കിലെ താമസക്കാരനുമായ മാക്സിം ഷാരിക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഇളയരാജ അയർലൻഡിൽ. സംഗീത സംവിധായകൻ ഇളയരാജ അയർലൻഡിലെത്തുന്നു. ജൂൺ 26-ന് ഡബ്ലിനിലാണ് ഇളയരാജയുടെ സംഗീത വിരുന്ന്. ഡേ ലൈറ്റ് സേവിംഗ് ടൈം ആരംഭിക്കുന്നു. അയർലൻഡിൽ ഞായറാഴ്ച മുതൽ സമയം മുന്നോട്ട് മാറ്റുന്നു. പുലർച്ചെ 1 മണിക്ക് ക്ലോക്കുകൾ 1 മണിക്കൂർ മുന്നോട്ട് മാറ്റി 2 മണിയാക്കുന്നതോടെയാണ് ഡേ ലൈറ്റ് സേവിംഗ് ടൈം ആരംഭിക്കുന്നത്. ന്യായീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി. പരീക്ഷാ ഫീസ് ഏർപ്പെടുത്തുന്നതിനെ ന്യായീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഹിൽഡെഗാർഡ് ന്യൂട്ടൺ. കോവിഡ് കാലത്ത് വന്ന സൗജന്യ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും മന്ത്രി. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ അബുദാബിയിൽ 5 ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്ക്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന പ്രക്ഷോഭത്തിനിടെ പ്രകടനക്കാരെ അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട് നേപ്പാളിന്റെ മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അറസ്റ്റിൽ. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇൻഡിഗോ വിമാനത്തിന് ഡൽഹി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ്. നോയിഡ രാജ്യാന്തര വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനത്തിന്റെ പുതിയ അധ്യായത്തിന് ഉത്തർപ്രദേശിൽ തുടക്കം കുറിക്കുകയാണെന്നും പ്രധാനമന്ത്രി. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാണെന്നും ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് ലോകം ആശ്ചര്യപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഔദ്യോഗിക പത്രക്കുറിപ്പ് പുറത്തിറക്കിയ സംഭവത്തിൽ കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. IPL-ലെ ആദ്യ 2 ആഴ്ചയിലെ മത്സരങ്ങൾ ധോണി കളിക്കില്ലെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്. പേശിവലിവ് കാരണമാണ് ധോണി കളത്തിലിറങ്ങാത്തത്. വിക്കറ്റ് കീപ്പിംഗ് ചുമതലയിൽ സഞ്ജു. IPL 2026 സീസൺ ഇന്ന് ആരംഭിക്കാനിരിക്കെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിക്കറ്റ് കീപ്പിംഗ് ചുമതലയിൽ സഞ്ജു. ധോണിയുടെ അഭാവത്തിലാണ് ചുമതല സഞ്ജുവിന് നൽകിയത്. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കൊല്ലം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പ്. അയർലൻഡിൽ മഴയ്ക്ക് സാധ്യത. അയർലൻഡിൽ മഴയ്ക്ക് സാധ്യതയെന്ന് മെറ്റ് ഇറാൻ. ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.